എന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും ഞാൻ പാവങ്ങൾക്ക് കൊടുക്കും, യതീമീങ്ങൾക്ക് കൊടുക്കും, പള്ളികൾക്ക് വേണ്ടി കൊടുക്കും, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കും. നിങ്ങൾക്ക് വേണ്ടി 5 നയാ പൈസ വാപ്പ സൂക്ഷിച്ചു വെച്ചിട്ടില്ല. എന്റെ അവസ്ഥ എന്തെന്നറിയോ മക്കളെ? ഒരു വാപ്പ തന്റെ പിഞ്ചു മക്കളെ വിളിച്ചടുത്തിരുത്തിയിട്ട് മരിക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, നീ പണം ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കും, എളുപ്പം പണക്കാരനാകാനുള്ള വഴി പറഞ്ഞു കൊടുക്കുമ്പോ അബൂദർ എന്ന് പറയുന്ന മലക്ക് സ്നേഹിച്ച ചെറുപ്പക്കാർ തന്റെ മക്കളോട് പറയുന്നു, മോനെ, വാപ്പ ഇന്നു മരിച്ച ഒരു കഫൻ തുണി വാങ്ങാൻ 1 രൂപ പോലും എന്റെ കയ്യിലില്ല. ഒരു വാപ്പ മക്കളെ വിളിച്ചിരുത്തിയിട്ട് പറയുകയാ, ഈ കിടപ്പിൽ കിടന്ന് ഞാനെങ്ങു മരിച്ചാൽ എടാ ഒരു നല്ല തുണി വാങ്ങാൻ, എന്റെ മയ്യത്ത് പൊതിയാൻ ഒരു തുണി വാങ്ങാൻ എന്റെ കയ്യിൽ 1 രൂപ പോലുമില്ല. മോനെ, പൈസയില്ല, പൊതിയാൻ ഒരു നല്ല തുണിയുമില്ല, വാപ്പയുടെ മയ്യത്ത് പൊതിയാൻ ഒരു നല്ല തുണിയും ഈ വീടിന്റെ അകത്ത് എടുക്കാനില്ല. ഇതാണ് മോനെ വാപ്പയുടെ അവസ്ഥ. അതുകൊണ്ട് വാപ്പ മരിച്ചാൽ എന്റെ മക്കൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു പിതാവ് തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, വാപ്പ മരിച്ച പൊതിയാൻ കഫം തുണി വാങ്ങാൻ പൈസയുമില്ല, തുണിയുമില്ല. അതുകൊണ്ട് വാപ്പ മരിച്ചു കഴിഞ്ഞാ മക്കളെന്നെ കുളിപ്പിക്കണേ, നിങ്ങളെല്ലാവരും കൂടെ എന്റെ മയ്യത്ത് കുളിപ്പിക്കണം, എന്നിട്ട് ചുമന്നു കൊണ്ടുപോയി വഴിയിൽ വെക്കണം. ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ ഈ ഉപ്പാന്റെ ജനാസ നിങ്ങൾ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് ഉംറ കഴിഞ്ഞിട്ട് മടങ്ങി വരുന്നവരെ കണ്ടാൽ, അള്ളാന്റെ കഅബാലയം കണ്ടിട്ട് വരുന്ന ആരെയെങ്കിലും കണ്ടാ എന്റെ മക്കള് പറയണം, ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകനാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് ഈ കിടക്കുന്നത്, എങ്ങടെ വാപ്പയാണ്. കഫം തുണി വാങ്ങാ പൈസയുമില്ല, പൊതിയാനൊരു നല്ല തുണിയുമില്ല. അതുകൊണ്ട് ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പാനെ ഒന്ന് പൊതിഞ്ഞിട്ട് കബറടക്കണേ, വഴിയിൽ കൊണ്ടുവച്ചിട്ട് പറയണേ മക്കളെ. ഇത് പറഞ്ഞിട്ടാണ് അബൂദർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് മരണപ്പെടുന്നത്. അതാ മക്കള് വാപ്പയുടെ മയ്യത്ത് കുളിപ്പിച്ചു. ആ പിഞ്ചു കുഞ്ഞുങ്ങള് വാപ്പാനെ എങ്ങനെയെങ്കിലും ഭാര്യയും മക്കളും കൂടെ അവിടെ നിന്ന് മയ്യത്ത് ചുമന്നു കൊണ്ടുപോയി റോഡിൽ വെച്ചു, മരുഭൂമിയിലെ വഴിയിൽ കൊണ്ടുവച്ചു. മക്കള് വാപ്പാന്റെ ജനാസയുടെ മുന്നിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. അല്ലാ, ഉംറ കഴിഞ്ഞ് ഒരു സംഘം മരുഭൂമിയിലൂടെ നടന്നു വരികയാണ്. ആ സംഘത്തിന്റെ നേതാവാരാ? മഹാനായ സൽമാനിൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു. അതാ പിഞ്ചുമക്കള് വാപ്പയുടെ മയ്യത്തിന്റെ ചാരത്ത് നിന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ, ഈ കിടക്കുന്നത് മുത്തുനബിയുടെ സ്വഹാബിയാ, നിങ്ങളുടെ വാപ്പയുടെ മയ്യത്ത് പൊതിയാൻ കഫം തുണിയില്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പാന്റെ ജനാസയൊന്ന് പൊതിഞ്ഞിട്ട് കബറടക്കുവോ? പിഞ്ചുമക്കള് കരഞ്ഞുകൊണ്ട് പറയുമ്പോ മഹാനായ സൽമാൻ തങ്ങള് കഫം തുണി വാങ്ങാൻ പോലും പൈസയില്ലാത്ത ഈ സ്വഹാബി ആരാണ് തമ്പുരാന്? ഒന്നാരാണെന്ന് കാണണമല്ലോ. മുഖത്തിട്ടിരിക്കുന്ന തുണിയങ്ങ് മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, മഹാനായ അബൂദറിൽ ഗഫാരി സൽമാൻ തങ്ങൾ വിളിച്ചു പറഞ്ഞു, സദഖ റസൂലുള്ളാഹ്, എന്റെ മുത്തുനബി പറഞ്ഞത് സത്യവാ. അവസാനം ഇഹ്റാമിന്റെ വസ്ത്രത്തിന്റെ അകത്ത് മയ്യത്ത് പൊതിഞ്ഞു, അവിടുന്ന് നമസ്കരിച്ചു, അവിടുന്ന് കബർ കുടിച്ചിട്ട് കബറടക്കി എന്ന് ചരിത്രം പറയുമ്പോ ഇതുപോലെ നടന്നത് കൊണ്ടാണ് മലക്ക് സ്നേഹിച്ചത്, ഇതുപോലെ നടന്നത് കൊണ്ടാണ് മലക്ക് സ്നേഹിച്ചത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവേ, നിന്റെ ബാപ്പ ഒരുപാട് സമ്പത്തുള്ള മനുഷ്യനായിരുന്നു, പക്ഷേ എല്ലാം നിന്റെ കയ്യിൽ തന്നിട്ട് വെള്ള തുണിയും പൊതിഞ്ഞുകൊണ്ട് പള്ളിപ്പറമ്പിൽ പോകുന്ന കാഴ്ച കണ്ടവനാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരുപാട് പേരെ ഈ ദുനിയാവ് ചതിച്ചു.